മലയിടം തുരുത്തിലെ ദശാബ്ദങ്ങൾ നീണ്ടുന്ന ഭൂമി തർക്കത്തിനൊടുവിൽ രമ്യമായ പരിഹാരമാകുന്നതിന്റെ ധാരണാപത്രം ഒപ്പിടുകയാണ്. അതേ ഭൂമിയിൽ ഒഴിപ്പിക്കപ്പെടാതെ അവർക്കിനി മരണം വരെ ജീവിക്കാം. അവരുടെ പിന്തുടർച്ചക്കാർക്കും ആ ഭൂമിയിൽ അവരുടെ ഭൂമി എന്ന കണക്കെ തന്നെ അവിടെ ജീവിക്കാം. കോടതി വ്യവഹാരങ്ങളിൽ അങ്ങനെ കുടിയിറക്കപ്പെടൽ ഭീഷണിയില്ലാതെ സ്വന്തം ഭൂമിയിൽ കാലങ്ങളോളം ജീവിക്കാനാകുന്ന ആശ്വാസ മനുഷ്യരുടെ ചിത്രങ്ങൾ കൂടി നമ്മൾ കാണുന്ന ആ ധാരണാപത്രത്തിൽ ഒപ്പിടുകയാണ്. 5 സെന്റ് ഭൂമി അതേ മലയിടം തുരുത്തിലെ ആ വ്യവഹാരത്തിലുള്ള സ്ഥലത്ത് തന്നെ നൽകാനാണ് ധാരണ. പിന്നീട് സ്പോൺസർഷിപ്പിൽ വീടടക്കം കണ്ടെത്താനും സർക്കാർ നീക്കമുണ്ട്. എന്തായാലും ദശാബ്ദങ്ങൾ നീണ്ട സമരത്തിന് കുടിയൊഴിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് ആശ്വാസത്തിന്റെ വാർത്ത അത് ധാരണാപത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ലാൽ കൃഷ്ണൻ നമ്മോടൊപ്പം ചെയ്യുന്നു. ലാൽ, ദശാബ്ദങ്ങളെ അവർ കാത്തിരുന്ന ഒരു പരിഹാരം അതിവിടെ കാണുന്നു. അതിന് രേഖകൾ കൂടിയാകുന്നു. ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. വിവരങ്ങൾ പൂർണ്ണമായും കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ധാരണാപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉള്ളത് നിലവിൽ അവിടെ താമസിക്കുന്നവർക്ക് 5 സെന്റ് ഭൂമി എന്നുള്ളതാണ്. അത് ഇപ്പോൾ താമസിക്കുന്ന ഇടത്തല്ല, നേരെ മറിച്ച് അതിന് സമീപത്ത് തന്നെയുള്ള ഒരിടത്ത് 5 സെന്റ് ഭൂമിയായിട്ടാണ് വീതം വച്ചിരിക്കുന്നത്. 7 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി. അതോടൊപ്പം ആ ഭൂമിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് രേഖകളിൽ പറയുന്ന രീതിയിൽ 3 അടി വീതിയിൽ ഒരു വഴി എന്ന് പറയുന്നത് 3 മീറ്റർ വീതിയിൽ ഒരു വഴി ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ അവർക്ക് ഒരു 10 മാസത്തിനുള്ളിൽ അവിടെ പുതിയ വീടുകൾ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകും. ആ വീടിന്റെ താക്കോൽ ദാനം നടക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇവരെ മാറ്റുക. തൊട്ടു പിന്നാലെ ആ വീട്, ഇപ്പോൾ താമസിക്കുന്ന ഈ വീടുകൾ പൊളിച്ചു കളയാനുമുള്ള നിയമപരമായ അധികാരം മറ്റ് ഭൂമി ഉടമകൾക്ക്, പ്രത്യേകിച്ച് ശങ്കരൻ നായരുടെ ഫാമിലിക്ക് ഉണ്ടാകും. മാത്രമല്ല ഈ കാലയളവിൽ ആ ഭൂമിയിൽ നിന്ന്, ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്നുള്ള വൃക്ഷലതാദികൾ വിൽക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇവർക്ക് തടസ്സമുണ്ടാവില്ല. അവിടെ നിന്നുള്ള ആദായം എടുക്കുന്നതിനും നിയമപരമായ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ പോലീസ് കേസുകളും പിൻവലിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്, ഈ ധാരണാപത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന് നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അല്പസമയം മുമ്പ് വരെ അഡ്വക്കേറ്റ് ജനറലിന് അയച്ചു നൽകിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സമ്മതത്തോടും അദ്ദേഹം പരിശോധിച്ചതിന് ശേഷവുമാണ് തിരിച്ചയച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ധാരണാപത്രം ഒപ്പിടുന്നത്. അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങളും അതോടൊപ്പം ഈ ഭൂമി കൈവശം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ കുടുംബവും ജില്ലാ ഭരണകൂടവും തമ്മിലാണ് ഈ കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പരിപാടി, ഈ കരാർ പൂർത്തിയാകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അതായത് താക്കോൽ കൈമാറി ഇവരെ മാറി താമസിക്കുന്ന വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ മൂവാറ്റുപുഴ RDOയും ഒരു DYSP മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പരിശോധിച്ച് തന്നെ മുന്നോട്ട് കൃത്യമായി കൊണ്ടുപോകും എന്ന കാര്യം കൂടി ഉറപ്പിച്ചിട്ടുണ്ട്. നാളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, മലയിടം തുരുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന അവസാന ദിവസം കൂടി പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതിക്ക് പുറത്ത് ഈ വിഷയത്തിനൊരു സെറ്റിൽമെന്റ് കണ്ടെത്തിയിരിക്കുന്നു. അത് നിയമപരമായി ധാരണയിലെത്തി ഒരു കരാറായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സർക്കാർ ആ വിഷയം കോടതിക്ക് പുറത്ത് പരിഹരിച്ചു എന്ന കാര്യം കൃത്യമായി ഹൈക്കോടതി ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിലവിൽ AG അടക്കം കാണിച്ചുകൊണ്ട് ഇത് കൃത്യമായ നിയമപരമായ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിരിക്കുന്നത്. സുഹൈൽ, ഇനി ആ 7 കുടുംബങ്ങൾക്ക് വക്കീൽ നോട്ടീസുമായി ആരും വരില്ലെന്ന ആശ്വാസത്തിൽ, കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന ധൈര്യത്തിൽ ആ മണ്ണിൽ സർക്കാർ പറയുന്നത് പോലെ 5 സെന്റ് ഭൂമി അതേ ഭൂമിയുടെ പരിസരത്തായി ലഭിക്കും. അവിടെ സ്വന്തം വീട് വെച്ച് കുടിയിറക്കപ്പെടൽ ഭീഷണിയില്ലാതെ ജീവിക്കാനാകും. അവിടെ പിൻതലമുറക്കാർക്കും വരും തലമുറക്കാർക്കും ആശ്വാസകരമാകുന്ന ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.